Payroll prepare ചെയ്യാനുള്ള question ആണ്. Enter the following data into spreadsheet and finish the payroll using the information given below. Employee ID തന്നിട്ടുണ്ട്, name തന്നിട്ടുണ്ട്, designation and basic pay തന്നിട്ടുണ്ട്. ഇത് ഒരു ബുക്കിൽ ക്ലാസ്സിലെ ഓരോ സ്റ്റെപ്സും നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പേറോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ്. DA at the rate of 68% of basic pay, HRA at the rate of 2% of basic pay, then deduction to PF 3% of basic pay, then deduction to insurance 0.02% of basic pay. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യമായി തന്നിട്ടുള്ളത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനുകളൊക്കെ വ്യത്യാസം വരുമ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. പേറോൾ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. തന്നിരിക്കുന്ന റേറ്റ് ഒക്കെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് മാത്രമുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് DA is equal to 68% of basic pay, HRA is equal to 2% of basic pay. അപ്പോൾ ബേസിക് പേ 68% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് DA കിട്ടുന്നത്. HRA അത് തന്നെ ബേസിക് പേ 2% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഗ്രോസ് സാലറിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA. ഇപ്പം തന്നിരിക്കുന്ന വെച്ചിട്ടാണ് പറയുന്നത്. ബേസിക് പേയും DAയും HRAയും കൂടെ മൊത്തത്തിൽ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഗ്രോസ് സാലറി കിട്ടുന്നത്. ഇനി സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് PFും ഇൻഷുറൻസും മാത്രമേ ഉള്ളൂ ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ PF 3% ഓഫ് ബേസിക് പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബേസിക് പേയുടെ 3% PF. ദെൻ ബേസിക് പേയുടെ 0.02% ആണ് ഇൻഷുറൻസ്. ഇത് രണ്ടും ഡിഡക്ഷൻസ് ആണ്. അപ്പം നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PF പ്ലസ് ഇൻഷുറൻസ് ആണ് ടോട്ടൽ ഡിഡക്ഷൻ. അപ്പോൾ ഇത് ഡിഡക്റ്റ് ചെയ്യാത്ത എമൗണ്ട് ആണ് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ. ഒരു ഡിഡക്ഷനും ചെയ്യാത്ത എമൗണ്ട് ആണ് ഗ്രോസ് സാലറി. അതിൽ നിന്നും ഈ PF ഇൻഷുറൻസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്ത് വരുന്ന സാലറിയാണ് നെറ്റ് സാലറി. അപ്പോൾ ഗ്രോസ് സാലറി ഡിഡക്ഷൻസ് ഒന്നുമില്ലാതെ ഫുൾ ആയിട്ടുള്ള സാലറിയാണ് ഗ്രോസ് സാലറി. ദെൻ അതിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ചിട്ട് കിട്ടുന്ന സാലറിയാണ് നെറ്റ് സാലറി. അപ്പോൾ PF ആൻഡ് ഇൻഷുറൻസ് ഡിഡക്ഷനകത്ത് വരുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ ഇസ് ഇക്വൽ ടു PF പ്ലസ് ഇൻഷുറൻസ്. ദെൻ അപ്പോൾ നെറ്റ് സാലറി കണ്ടുപിടിക്കണം. അപ്പോൾ നെറ്റ് സാലറി ഇസ് ഇക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. അതാണ് ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. അപ്പോൾ നെറ്റ് സാലറി കിട്ടും. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് നമ്പർ ഓഫ് കോളംസ് എത്ര വേണം, നമ്പർ ഓഫ് റോസ് എത്ര വേണം എന്ന് നോക്കാം. നമ്പർ ഓഫ് കോളംസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4. ക്വസ്റ്റ്യനിൽ 4 ഉണ്ട്. ദെൻ 5, 6, 7, 8, 9, 10, 11. അപ്പോൾ ഇത്രയും 11 കോളം വേണ്ടി വരും. ദെൻ നമ്പർ ഓഫ് റോസ് 1, 2, 3, 4, 5, 6, 7, 8. 8 റോസ് വേണം. ഇപ്പോൾ റോസ് ഇതാണ്. റോസ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്. ദെൻ കോളംസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്. ഇങ്ങനെയുള്ളതാണ് കോളംസ്. ഇത് റോസ്. MS ഓഫീസ് എക്സൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾ ആപ്സ് ഓർ ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിൽ നിന്നും മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ആയിട്ടുണ്ട്. 11 കോളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. റോസ് എണ്ണുന്നതിന് മുന്നേ ഹെഡിങ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. പേറോൾ ഓഫ് എംപ്ലോയീസ് എന്ന് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ 2 റോസ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇനി ഇവിടെ മെർജ് ആൻഡ് സെൻറ്റർ എന്നുണ്ട്. മെർജ് ആൻഡ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ 2 റോസ് ക്ലിയർ ആയിട്ട് ഒന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ടൈപ്പ് ചെയ്യാം. പേറോൾ ഓഫ് എംപ്ലോയീസ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അത് സെൻറ്റർ തന്നെയാണ്. സെലക്ട് ചെയ്യാം. ബോൾഡ് ആക്കാൻ Ctrl B കൊടുക്കാം.
അപ്പോൾ ബോൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര റോസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. 8 റോസ് ആണ് വേണ്ടത്. ആദ്യത്തെ റോയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. എംപ്ലോയി ഐ ഡി, ദെൻ ടാബ് പ്രസ് ചെയ്യുക, നെയിം, ദെൻ ടാബ്, ഡെസിഗ്നേഷൻ. ഇവിടെ നമുക്ക് ആ കോളത്തിൽ നിൽക്കുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നെയിം ആണെങ്കിലും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് നെയിമും വലിയൊരു കോളം ആക്കാം. ബേസിക് പേ, ടാബ് പ്രസ് ഇവിടെയും വലുതാക്കേണ്ടി വരുന്നുണ്ട്. ദെൻ DA, then tab, HRA, then tab, gross salary, PF, tab, insurance, then next column, total deduction, next column, net salary. ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്ന കോളംസ്. ഈ എംപ്ലോയി ഐ ഡി 7 നമ്പേഴ്സ് താഴേക്ക് വേണം. 1 എന്ന് ടൈപ്പ് ചെയ്യാം. 1. ഈ നോഡിൽ താഴേക്ക് ഡ്രാഗ് ചെയ്യാം 7 നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ പക്ഷേ 1 എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓട്ടോ ഫിൽ ഓപ്ഷനിൽ നിന്നും ഫിൽ സീരീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 7 വരെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഒന്ന് സെലക്ട് ചെയ്യാം. ദെൻ കൺട്രോൾ B ബോൾഡാക്കി സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്താൽ സെൻറ്റർ ആകുന്നതാണ്. നെയിം ടൈപ്പ് ചെയ്യാം. ഡൗൺ ആരോ കൊടുക്കുക. അപ്പോൾ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ പേരുകൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കാം. ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. ബേസിക് പേ ടൈപ്പ് ചെയ്യാം 20. ഓക്കെ. ഇനി നമ്മുടെ ഇക്വേഷൻസ് അനുസരിച്ചാണ് പേറോൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് ബേസിക് പേ തന്നിട്ടുണ്ട്. DA 68% ഓഫ് ബേസിക് പേ. ഏതൊരു കാൽക്കുലേഷൻ വന്നാലും ഈക്വൽ സിമ്പൽ ആദ്യം എൻ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈക്വൽ സിമ്പൽ കൊടുത്തു. 68% ഓഫ് ബേസിക് പേ എന്നാണ്. ആദ്യത്തെ ആളിൻ്റെ ബേസിക് പേയുടെ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. D4 എന്ന് കാണിക്കുന്നു. ഇതെന്താണ് D4 എന്ന് നോക്കാം. ഇവിടെ കോളംസിൽ A, B, C, D, E, F, G, H, I, J, K ഇത്ര കോളംസ് ഉണ്ട്. ഇത് ഇത്രയും കോളംസ് ആണ്. ഈ താഴോട്ട് ഇവിടെ കാണിക്കുന്ന ഈ 1 to 10 വരെയുള്ളത് റോസ് ആണ്. അപ്പോൾ ഇത് ഒരു സെല്ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൽ ഈസ് എൻ ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം. അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു റോയും ഒരു കോളം കൂടെ ഇന്റർസെക്ട് ചെയ്ത് വരുന്നതാണ് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സെല്ലിന്റെ അഡ്രസ്സാണ് D4 എന്ന് പറയുന്നത്. അപ്പോൾ D4 എന്നാൽ D4 ഇത് D കോളം, ദെൻ 4 റോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ D4 എന്ന് പറഞ്ഞാൽ ഈ സെൽ അഡ്രസ്സാണ്. D എന്ന കോളത്തിലെ 4ാമത്തെ റോയാണ്. അപ്പോൾ ഇവിടെ നോക്കാം. ഇത് B എന്ന കോളത്തിൽ 5ാമത്തെ റോയാണ്. അതാണ് B5 എന്നിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അരുൺ കോളം നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ബിയിൽ 9ാമത്തെ റോയാണ്. അതാണ് B9 എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഈ B9 എന്നൊക്കെ പറഞ്ഞാൽ C4 എന്നൊക്കെ പറഞ്ഞാലൊന്നും കൺഫ്യൂഷൻ തോന്നേണ്ട കാര്യമില്ല. ബിന്ദു എന്ന ആളിൻ്റെ ബേസിക് പേ സെൽ അഡ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്ദു ബേസിക് പേ 44. അപ്പോൾ D എന്ന കോളത്തിൽ 6ാമത്തെ റോയാണ്. അപ്പോൾ ബിന്ദു എന്ന ആളിൻ്റെ സെൽ അഡ്രസ്, ബേസിക് പേയുടെ സെൽ അഡ്രസ് D6 ആണ്. അതാണ് D6 സെൽ അഡ്രസ് എന്ന് പറയുന്നത്. അഷ്ലിയുടെ ബേസിക് പേയുടെ സെൽ അഡ്രസ് എന്താണെന്ന് നോക്കാം. D എന്ന കോളത്തിൽ 4 ആണ്. D എന്ന കോളത്തിൽ 4 ആണ്. നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ D4. റഹീം എന്ന ആളിൻ്റെ ബേസിക് പേയുടെ സെൽ അഡ്രസ് D10 ആണ്. നോക്കാം. D10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സെൽ അഡ്രസ് എന്ന് പറയുന്നത്. അഷ്ലിയുടെ DA എന്ന് പറയുന്നത് ബേസിക് പേയുടെ 68%. അപ്പോൾ ബേസിക് പേയുടെ 68%. ബേസിക് പേ ഇപ്പോൾ അവിടെ ആയിട്ടുണ്ട്. D4 എന്ന് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യണം. സ്റ്റാർ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് 8 കൊടുത്താൽ ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ കിട്ടും. അപ്പോൾ then 68%.
പെർസെൻറ്റേജ്. ഇനി എൻ്റർ പ്രസ് ചെയ്താൽ ആ എമൗണ്ട് കിട്ടും, DA കിട്ടും. എൻ്റർ കൊടുക്കാം, എൻ്റർ. എല്ലാവർക്കും ബേസിക് പേയുടെ 68% തന്നെയാണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ആ ഇക്വേഷൻ തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. എല്ലാവർക്കും ബേസിക് പേയുടെ 68% തന്നെയാണ് DA. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ അപ്ലൈ ചെയ്തതാണ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തതാണ്. നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നോഡിൽ ഡ്രാഗ് ചെയ്താൽ മതിയാകും. എല്ലാവരുടെയും DA നമ്മുടെ ഈ ഇക്വേഷൻ അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് HRAയുടെ കോളമാണ്. HRA എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. ബേസിക് പേയുടെ 2% ആണ്. HRA ബേസിക് പേയുടെ 2% ആണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അഷ്ലിയുടെ കോളത്തിൽ തന്നെ നോക്കാം. ബേസിക് പേയുടെ 2%. ആദ്യം തുടങ്ങേണ്ടത് ഈക്വൽ സിമ്പിൾ കൊടുത്തിട്ട് വേണം. അഷ്ലിയുടെ ബേസിക് പേ ഇൻറ്റു 2%. എൻ്റർ പ്രസ് ചെയ്യുക. കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും 2% ആണ്. താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഈ ഇക്വേഷൻ അനുസരിച്ച് എല്ലാവരുടെയും HRA കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രോസ് സാലറി. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA എന്നാണ്. ഒന്നുകിൽ ഈ 3 എണ്ണവും സെലക്ട് ചെയ്യാം. ഓട്ടോ സം എന്നുള്ള ഫീച്ചർ കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ സിമ്പിൾ ബേസിക് പേ പ്ലസ് DA പ്ലസ് HR. ഗ്രോസ് സാലറി is equal to basic pay plus DA plus HRA. Then enter പ്രസ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട്. ഇതേ ഇക്വേഷൻ തന്നെയാണ് ബാക്കി എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അത് ഡ്രാഗ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട്. ബേസിക് പേ, DA, HRA, then ഗ്രോസ് സാലറി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഡിഡക്ഷനും ഇല്ലാത്ത സാലറിയാണ് ഗ്രോസ് സാലറി. ഇനി എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് എന്ന് നോക്കാം. PF. ഡിഡക്ഷൻ ടു PF 3% ഓഫ് ബേസിക്. അതെല്ലാവർക്കും ബേസിക് പേയുടെ 3%. ഇക്വേഷൻ നോക്കാം. ഈക്വൽ സിമ്പൽ കൊടുത്തു. ബേസിക് പേ ഇൻറ്റു 3%. ഇനി എൻ്റർ പ്രസ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രാഗ് ചെയ്യാം. ബാക്കിയുള്ളവർക്കും അതേ രീതിയിൽ തന്നെ ആയതുകൊണ്ട് ഡ്രാഗ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇൻഷുറൻസ് എത്രയാണെന്ന് നോക്കാം. 0.02% ഓഫ് ബേസിക് പേ ആണ്. കൊടുക്കാം. ബേസിക് പേയുടെ 0.02. ഈക്വൽ സിമ്പിൾ. ദെൻ ബേസിക് പേ ക്ലിക്ക് ചെയ്യുക. ഇൻറ്റു 0.02%. ദെൻ എൻ്റർ കൊടുക്കുക. നമ്മളത് ഡ്രാഗ് ചെയ്തു. ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്നത് PFും ഇൻഷുറൻസുമാണ് സാലറിയിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ മൊത്തം കുറവ് സാലറിയിൽ വരുന്നത് PFും ഇൻഷുറൻസുമാണ്. ഈ ടോട്ടൽ ഡിഡക്ഷൻ എന്നുള്ള കോളത്തിൽ നമ്മൾ PFും ഇൻഷുറൻസും ആഡ് ചെയ്യണം. ഈക്വൽ സിമ്പിൾ. ദെൻ PFൻ്റെ ഈ കോളത്തിൽ PF പ്ലസ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് I4ലാണ് വന്നിരിക്കുന്നത്. എൻ്റർ. കിട്ടിയിട്ടുണ്ട്. ഡ്രാഗ് ചെയ്യാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇനി നെറ്റ് സാലറിയാണ്. നെറ്റ് സാലറിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും സാലറിയിൽ നിന്ന് കുറവ് വരുന്ന എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെറ്റ് സാലറിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് സാലറി ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ എന്നാണ്. അതായത് മൊത്തം കിട്ടുന്ന സാലറിയിൽ നിന്നും മൊത്തം കുറവ് എത്രയാണ് എന്നുള്ളത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സാലറി. അപ്പോൾ നെറ്റ് സാലറി ഈസ് ഈക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. നോക്കാം. ആദ്യം ഈക്വൽ സിമ്പിൾ കൊടുക്കാം. ദെൻ ഗ്രോസ് സാലറി. ആഷ്ലിയുടെ ഗ്രോസ് സാലറിയാണ്. ഗ്രോസ് സാലറി കിട്ടിയിട്ടുണ്ട്. ദെൻ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. ദെൻ എൻ്റർ കൊടുക്കാം. കിട്ടിയിട്ടുണ്ട്. ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇത്രയും സാലറി ഉണ്ടായിരുന്നതിൽ നിന്ന് ഇത്രയും കുറഞ്ഞിട്ട് ഈ നെറ്റ് സാലറിയാണ് ആഷ്ലിക്ക് കിട്ടുന്നത്. ദെൻ ഇത്ര സാലറി ഉണ്ടായിരുന്ന രഞ്ജിത്തിന് ഇത്രയും ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ഈ സാലറിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡിഡക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന സാലറിയാണ് നെറ്റ് സാലറി. ഇതാണ് പേറോൾ.